പുതുപ്പള്ളി നോർത്ത് ഗവൺമെന്റ് യു പി സ്കൂളിൽ എൻഡോമെന്റ് വിതരണം, വാർഷികാഘോഷം എന്നിവയ്ക്ക് തുടക്കമായി. ആരവം 2K25 എന്ന പേരിൽ 2 ദിവസങ്ങളിലായാണ് പരിപാടികൾ നടക്കുന്നത്. പുതുപ്പള്ളി വടക്ക് ഗവൺമെന്റ് യു പി സ്കൂളിലെ 2024-2025 അധ്യയന വർഷത്തെ എൻഡോമെന്റ് വിതരണം, SSLC ഉന്നത വിജയം കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, പ്രതിഭകളെ ആദരിക്കൽ, വാർഷിക ആഘോഷം എന്നിവ 2 ദിവസങ്ങളിലായി നടക്കുകയാണ്. ആദ്യ ദിവസം എൻഡോമെന്റ് വിതരണം നടന്നു. മുൻ അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനും സാഹിത്യകാരനുമായ പുതുപ്പള്ളി സെയ്ദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ എൻഡോമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. തങ്ങളെ വളർത്തി പഠിപ്പിച്ച് ജീവിതത്തിൽ ഉന്നതരാക്കി തീർത്ത മൺമറഞ്ഞുപോയ പൂർവ്വസൂരികളെ അനുസ്മരിക്കുക എന്നുള്ളത് മനുഷ്യ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. മൺമറഞ്ഞുപോയ ആളുകളെ അനുസ്മരിക്കുന്നതിന് ഒട്ടേറെ മാർഗങ്ങളുണ്ട്. എന്തൊക്കെ മാർഗങ്ങളാണുള്ളത്? പാവപ്പെട്ട കുറച്ചു പേർക്ക് ഭക്ഷണം നൽകിയാൽ അതും അനുസ്മരണമാണ്. ചികിത്സിക്കാൻ മാർഗമില്ലാത്തവർക്ക് പണം കൊടുത്താൽ അതും അനുസ്മരണത്തിന്റെ ഭാഗമാകും. അങ്ങനെ അനുസ്മരിക്കാൻ നമുക്ക് ഒട്ടേറെ മാർഗങ്ങളുണ്ട്. പക്ഷേ ഈ എൻഡോമെന്റ് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം ഭക്ഷണം കൊടുക്കുന്നതും ചികിത്സാ ചെലവ് വഹിക്കുന്നതുമൊക്കെ താൽക്കാലികമായ കാര്യങ്ങളാണ്. എൻഡോമെന്റിനെ സംബന്ധിച്ച് ഒരു പുതിയ തലമുറയ്ക്ക് വിജ്ഞാനത്തിന്റെ വെളിച്ചം എത്തിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. സ്കൂൾ SMC വൈസ് ചെയർപേഴ്സൺ അക്ഷര അധ്യക്ഷയായി. സ്കൂൾ പ്രഥമാധ്യാപിക രേണുക R സ്വാഗതം പറഞ്ഞു. ഭയപ്പെടുത്തുക എന്ന് തന്നെ പറയാം. അതായത് ഇന്നത്തെ ഈ വരുന്ന തലമുറ അത്രമാത്രം നാശത്തിന്റെ പക്കിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെയോ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ അമ്മമാരൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഇതുപോലുള്ള ആളുകൾ നമ്മുടെ സ്കൂളിൽ എത്തുന്നു എന്നറിയിച്ചാൽ അതൊക്കെ പ്രയോജനപ്പെടുത്തേണ്ടത് രക്ഷിതാക്കളാണ്. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു, സാമൂഹ്യ പ്രവർത്തകനും ഗുരുശബ്ദം എഡിറ്ററുമായ KB രാജൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ഈ രാസലഹരി എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. നിങ്ങൾ അതിനോടൊപ്പം തന്നെ രക്ഷാകർത്താക്കളും ശ്രദ്ധിക്കേണ്ട, അധ്യാപകരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്താണെന്നറിയാം. ഒരു രാജ്യത്തിന്റെ ഏത് സ്റ്റേറ്റുമായിക്കോട്ടെ, ഏത് രാഷ്ട്രമായിക്കോട്ടെ, ആ രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട സമ്പത്ത് എന്താണെന്ന് അറിയുമോ? ഇന്റലക്ച്വൽ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞ ബുദ്ധി. അത് ഏറ്റവും കൂടുതലുള്ള ഏത് സ്റ്റേറ്റിലാണെന്ന് ഇന്ത്യയിലാണ്, കേരളത്തിലാണ്. ഇത് എനിക്ക് തോന്നിപ്പോകുന്നത് ഏതോ അജണ്ടയുടെ ഭാഗമായിട്ട് ഈ നാടിനെ നശിപ്പിക്കുന്നതിനായിട്ട്, ഭാരതത്തെ നശിപ്പിക്കുന്നതിനായിട്ട് ഏതോ അജണ്ടയുടെ ഭാഗമായിട്ട് ആരൊക്കെയോ ഇത് വിതരണം ചെയ്ത് ഈ വരും തലമുറയുടെ ക്രിയേറ്റിവിറ്റിയെ, അവന്റെ സർവ്വ കഴിവിനെയും നശിപ്പിക്കുക എന്നുള്ള ഒരു അജണ്ടയുടെ പ്രവർത്തനമാണോ എന്ന് തോന്നിപ്പോകുന്നു. സ്റ്റാഫ് സെക്രട്ടറി സുനിതാകുമാരി കൃതജ്ഞത പറഞ്ഞു. വെള്ളിയാഴ്ച സ്കൂൾ വാർഷിക ആഘോഷം നടക്കും. വാർഷിക ആഘോഷം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പവനനാഥൻ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ SMC ചെയർപേഴ്സൺ ശ്രീദേവി ധനപാലൻ അധ്യക്ഷയാകും. സ്കൂൾ പ്രഥമാധ്യാപിക രേണുക R സ്വാഗതം പറയും. കലാമണ്ഡലം ഗഗന ഗണേഷ് വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു നിർവഹിക്കും. പഞ്ചമിയിൽ സുകുമാരൻ മെമ്മോറിയൽ ട്രോഫിയുടെ വിതരണം വാർഡ് മെമ്പർ K ചിത്രലേഖയായിരിക്കും നിർവഹിക്കുക. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻ ബാബു നിർവഹിക്കും. രാധാകൃഷ്ണൻ, ലീന രാജു, A സിന്ധു, ബിന്ദുമോൾ, അമ്മിണി തുടങ്ങിയവർ സംസാരിക്കും. സ്റ്റാഫ് സെക്രട്ടറി സുനിതാകുമാരി കൃതജ്ഞത പറയും. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടക്കും. CD നെറ്റ് ന്യൂസ്, കായംകുളം.